ഓണക്കാല ഉത്സവബത്ത് 6000 രൂപയാക്കി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് അംഗങ്ങളുടെയും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ഓണക്കാല ഉത്സവബത്തെയാണ് കൂട്ടിയിരിക്കുന്നത്. നേരത്തെ ഉത്സവബത്തയായി 5500 രൂപയായിരുന്നു നൽകി വന്നിരുന്നത്. അതിനിടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി നീട്ടി. സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് അംഗങ്ങളുടെയും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ഓണക്കാല ഉത്സവബത്ത 6000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ജീവനക്കാർക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഉത്സവബത്ത വർദ്ധിപ്പിക്കാൻ തീരുമാനമായത്. നേരത്തെ 5500 രൂപയാണ് ഉത്സവബത്തയായി നൽകി വന്നിരുന്നത്. ഉത്സവബത്തയിലെ ഈ വർധനവ് 6000-ഓളം വരുന്ന ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൂടാതെ അംഗങ്ങളുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ക്ഷേമനിധി അംഗങ്ങളുടെ ആശ്രിതർക്കുള്ള ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും മന്ത്രിതല യോഗത്തിൽ നിർദ്ദേശം നൽകി. അതേസമയം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷം നൽകുന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അക്ഷയ കേന്ദ്രങ്ങളിൽ വർദ്ധിച്ചുവരുന്ന തിരക്കും സാങ്കേതിക തടസ്സങ്ങളും കാരണം നിരവധി പേർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തീയതി നീട്ടി നൽകിയത്. നിലവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 21.68 ലക്ഷം ആളുകളാണ് ഇതിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. മസ്റ്ററിംഗ് നടത്താൻ ഇനിയും സാധിക്കാത്തവർക്ക് സെപ്റ്റംബർ 30 വരെ സമയമുണ്ട്. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഉപഭോക്താക്കൾക്കും ഇത്തവണ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. 2026 ജൂലൈ 17 മുതലാണ് സംസ്ഥാനത്തുടനീളം മസ്റ്ററിംഗ് പ്രക്രിയ ആരംഭിച്ചത്. അവസാന തീയതി അടുത്തിരിക്കെയാണ് സമയം ഇപ്പോൾ വീണ്ടും നീട്ടി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.